നമസ്കാരം, മീനും ഞാനും ഫിഷ് ആൻഡ് മീലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെക്ക് ഡാമിലാണ് വന്നേക്കുന്നത്. നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ട്. കാരണം അപ്പുകൂട്ടനും സൂരജും നമ്മുടെ സന്ദീപും പിന്നെ ഞാൻ വിജയ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഒഴുക്കാണ്. നല്ല ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. വെള്ളം പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. കിട്ടാനിരിക്കാറില്ല. ഇനിയിപ്പോൾ ക്ലൈമറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ പിടിച്ചേക്കാം. ചെക്ക് ഡാമിലാണ് വന്നിരിക്കുന്നത്. ഇതാ കാണാലോ. പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ. സൂരജ് ബ്രോയ്ക്ക് ഒരു ചെറിയ മുഷി. പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ. സൂപ്പർ മഴയ്ക്ക് ഇത് രസമല്ലേ ഇവിടെ കാണാൻ. ഞാൻ ഇടുക്കിക്ക് ഒരു ഗ്ലാമറാണ്. പ്രകൃതി സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ആഹാ, വേണ്ടേ സൂരജ് ബ്രോയ്ക്ക് അടിച്ചാണ്. തിലോപ്പിയല്ലേ, സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി. ആഹാ, കണ്ട എനിക്ക് എൻ്റെ വാല് മുള്ളാണ്. വാല് കാണത്തില്ല. വാല് ദാണ്ട വാല് അതിൻ്റെ ചിറകെ കണ്ട നോക്ക്. ആഹാ, എന്ത് നല്ല മഴ. ഇത് 2 ദിവസമായിട്ട് ഇത് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ബാബുച്ചേട്ടന് ഒരു ഹെവി സാധനം ഇതുണ്ട്. ഹെവി സാധനം അടിച്ചിരിക്കുകയാണ്. ഇതെന്തേരം കാണും? 1 കിലോ. അതാണ്ട് ഇത് ഗോൾഡ് ഫിഷ്. ഇതാണ് ഗോൾഡ് ഫിഷ്. ഇതാ ഗോൾഡൻ കളർ. അതെ, നമ്മുടെ അപ്പുക്കുട്ടനടിച്ചാണ്. സംഭവം എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര നേരം എന്താ ഇവിടെ നിൽക്കായിരുന്നു. നമ്മുടെ സൂരജ് ബ്രോയുടെ അടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മുഷ അടിച്ചപ്പോൾ ഓടി അങ്ങോട്ട് പോയി. മടുത്ത് അവിടെ നിന്ന് ഓടി ഇവിടെ വന്ന്. ഗോൾഡ് ഫിഷ് ചന്തി ഉണ്ട് ചേട്ടാ. ചന്തി തിരുവാണോ? വേണ്ടേ നമ്മുടെ അപ്പ് പിടിച്ച ഗോൾഡ് ഫിഷ്. നല്ല രസമല്ലേ കാണാൻ. ഞാൻ അവിടെ ആ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇവിടെ അടിച്ചത്. ഇവന് അടിപൊളി ഗോൾഡ് ഫിഷാണ്. കണ്ട അവൻ്റെ ഗോൾഡൻ കളർ കണ്ട, എന്താ രസം കാണാൻ. അപ്പോൾ അടിപൊളി. ഉരിയാക്കട്ടെ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയത് ഓർമ്മയില്ല. അടിപൊളി സന്തോഷം. ഈ ചെകളയില്ലേ ഇട്ടെടുക്കാൻ പറ്റില്ല. ഞാൻ കണ്ടോ, അത് എവിടെ കൊളുത്തിരിക്കുന്നത് കണ്ടോ ചേട്ടാ. ഇവൻ കുറച്ചു നേരമായി വന്ന് കൊളുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചുമ്മാ ഉടക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് വലിച്ചങ്ങ് എടുത്താ. ആണ്ട നമ്മളെ അപ്പുക്കുട്ടന് ചെറിയൊരു സിലോപ്പിയ കുഞ്ഞ് അടിച്ചിട്ടുണ്ട്. അതെ, അത് ചെറുതല്ല കേട്ടോ. കണ്ട വേണ്ട സൂരജോ കാരിക്കുഞ്ഞ്. കാര്യല്ലേ, കാരി എൻ്റെ കാരിക്ക്. ആണ്ട പായൽ കൂട്ടി അവിടെ അപ്പുക്കുഞ്ഞ് പറഞ്ഞ എടുത്തിട്ട് നമുക്ക് ബാക്കി അവിടെ ചെണ്ട് എടുക്കാം. ആണ്ട നമ്മുടെ അപ്പുക്കുട്ടൻ അടിച്ചാണ്. അത്യാവശ്യം നല്ല ഹെവി സാധനം കേട്ടോ. കണ്ടാ മുള്ള് തേയില വന്ന് കയറി താഴോട്ട്. ഓക്കെ, ഇതാണ്ട് തിലോപ്പിയാണ്. തിലോപ്പിയ ഹെവി, അത്യാവശ്യം മുഴുത്ത സാധനം. തേയിലൊക്കെ ഉണ്ട്. കളറുണ്ട്, കളർ എന്താ രസം. ഇതാണ് അവൻ്റെ മുള്ള്. ഇനിയിപ്പോൾ അടങ്ങിയിരിക്കുന്ന, ഇല്ലെങ്കിൽ നമുക്കിട്ട് പണി തരണ്ട. അപ്പോൾ അതാണ്ടേ അപ്പുക്കുട്ടൻ പിടിച്ച് വേണ്ട മുള്ള് കയറിയെന്നുണ്ടോ. മൂന്നാമത്തെ ഓക്കെ.
എടുത്തോ സൂരജ് ബ്രോയാണ് ഇന്ന് അടുത്തടിച്ചിരിക്കുകയാണ്. കാര്യമല്ലേ കരിക്കുഞ്ഞാണ് സന്ദീപന്. ദേ ഒരു കാരിക്കുഞ്ഞ് അടേ എടുത്തല്ലോ. ആണോ നമ്മുടെ റൈച്ചൻ്റെ സൈറ്റാണിത്. വലിച്ച് താത്ത് വെച്ചൊക്കെയല്ലേ വിഴുങ്ങാൻ തോന്നുന്നു പെയ്യിരുന്ന്. പക്ഷേ ചുമ്മാ ഉടക്കി നോക്കി. അതടിച്ച് കുട ഇപ്പൊ പോയേനെ. ഒരു 5 മിനിറ്റ് അങ്ങനെ ഏറ്റവും കൂടുതൽ നിന്നാലേ അതുങ്ങൾ വലിക്കാതെ പരിപോകും. ഞാൻ 6 കിലോയുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവിടുന്നോ? ആണ് ചുമ്മാ വളർത്തുന്നതാണോ? ഞാൻ ഒത്തിരി മീൻ പിടിച്ച് വന്നിട്ടില്ലേ, പുള്ളി വീഡിയോ വന്നപ്പോൾ നമ്മൾ പറയാ വെജിമണ ഒരു 2 മതിരാകും. ഞാൻ പറഞ്ഞു 2 ഒരുപാട് നേരം കൂടിയാണ് മീനടിച്ചത്. അപ്പോഴാണേ അപ്പോസ് രോഹു ആഹാ വേണ്ട രോഹു. വാ തൂളി ശരി ചേട്ടാ. തൂളി ഇത് രോഗമല്ലേ, ഇത് തൂളിയാ. നപ്പൂസിന് തൂളി അടിച്ചിരിക്കുകയാണ്. തൂളി പിടി. കൈ മൊത്തം ചെളിയാ. ഇതേ പിടിച്ചോ. ഇതിലോട്ട് വലിക്കും മതി. കൊണ്ട് വല്ല ഉണ്ടെങ്കിൽ തൂളി പിന്നെ വലുതാവുന്നറിയോ? ഞാൻ കണ്ടു. സൂര്യൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ദിവസം പാടത്ത് വെച്ച് കിട്ടിയതാ, ചുമ്മാ കിടന്ന്. ഇല്ലറോക്കെ നമുക്ക് കണ്ടത്തി വെച്ച് കിട്ടില്ല, ചുമ്മാ കിടന്ന് വലുത് പറഞ്ഞം. ഭയങ്കര പെടയിലാട്ടോ. ദശയില്ല തൂളിക്കുഞ്ഞേ അടങ്ങി പിടിച്ചോട്ടെ. കാണണ്ടേ ആടാ അപ്പൂന് കിട്ടിയ തൂളി കൈ നിൽക്കുന്നില്ല. തൂളിയാണ് കൈ നിൽക്കുക. ഭയങ്കര പേടയാ. നോക്കി എന്താ രസം. നോക്ക് തിളങ്ങണണ്ട. കഴിച്ചൊക്കെ അവനെ. തിന്നാൻ
ഇതാണ് നമ്മുടെ രാശിതലം. ഭയങ്കര ടൈമിങ് നമുക്ക് കിട്ടും. ചാടിപ്പോയല്ലോ വരെ അങ്ങനെ കേട്ടാ തുടങ്ങാ. അടുത്തടുത്ത് കോർത്തിട്ട് അന്തിയേ ആ അന്തിയേ ഏറുണ്ട് അടി ഏറുണ്ട് ഏറിയുണ്ട്. അവിടെ ഒരു ഇല കിടക്കുന്നു. പൊക്ക്. ആഹാ അവിടെ അങ്ങനെ കട്ടപ്പെട്ട് പിടിച്ചിട്ടേ വേണ്ട ചാടിപ്പോയോട്ടോ. ചൂണ്ടെന്ന് വെച്ച് ഹുക്ക് അത്ര ക്ലിയർ അല്ലേ വേണ്ട. നമ്മളെ അപ്പക്കൂട്ടനെ അടിച്ച ശരിയാണ്. നീ കിട്ടോ ഞാൻ കൊണ്ടിട്ടേക്കാം. അതാണ് സാധനം. ചാടി അങ്ങ് പോയി. ഹുക്കെന്ന് ഒരു ചെറിയ ഹുക്ക. ഞാൻ പറഞ്ഞ എടാ കൊണ്ടുപോയി അവൻ നോക്കി നിൽക്കുക. ഇത് ആദ്യം ഇത് വലിക്കുന്നില്ലടാ, തിന്നുന്നോ ചുമ്മാ തിന്നുക. ഇത് തിന്നുക, അടിക്കുന്നില്ല സാധനം. ചുമ്മാ വിഴുങ്ങി വായി വെച്ച് ചപ്പി വെച്ചിട്ട് പോവും. അത് നേരെ വിഴുങ്ങി വലിക്കുന്നില്ല. ഇത് പഴമല്ല, ഉമ്മാനും ട്രിക്ക് പഠിച്ചതാ. അപ്പൊ ഈ വായിക്കകത്ത് കയറ്റി വെച്ചിട്ടേ വിട്ടേക്കുവാ. അതാ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു എടാ സാധനം അടിക്കുന്നുണ്ട്. ഞാൻ അടിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം വലിച്ചു. അതാ ഞാൻ പറഞ്ഞു ചേട്ടാ സമയം കൊടുക്കണേ. കിട്ടത്തില്ല. അതിനകത്ത് എന്നെ ഉള്ളേ അതെന്താ തുമ്പ് വലിച്ചിങ്ങോട്ട് വെച്ചിട്ടില്ല. അവൻ്റെ ബാക്കി പിടിച്ചോളൂ. തൂളിയൊക്കെ അവിടെ കിടന്നിട്ട് ഞാൻ അവിടെ ഞാൻ ചാടി പിടിക്കേണ്ട വന്നേരെ. കാറ്റും കൂടെ അറിയത്തില്ല കേട്ടോ വലിക്കുന്നുണ്ടോ. അതൊക്കെ കേട്ടിട്ട് വായിലേ കടിച്ച് കാലയിൽ 3 ഓവർ തെറ്റിക്കളഞ്ഞു. ഒരെണ്ണം തന്നൂടായിരുന്നു. ആ 3 ബൂമറിന്റെ പവർ അത്ര മീൻ ഇവിടെ പറഞ്ഞു വന്നറിയാവോ. ഓക്കെ എടുത്തേ. ഒന്ന് വലിച്ചായിരുന്നു. നീ എന്താ 1.5 പൊക്കി? ഇര പോരാ എടുക്കാനുള്ള ഇര പോരാ. മറ്റവൻ കുറച്ച് തിന്നല്ലേ. അതും കൊണ്ടേ കണ്ടോ. അതാ തുമ്പ് വലിച്ചിട്ട് നല്ലപോലെ ഇടാൻ ഞാൻ പറഞ്ഞു. ഒരു വലിച്ചായിരുന്നു. അതുകൊണ്ടോ എനിക്ക് എടുക്കുന്നുണ്ട് കണ്ടോ.
എടുക്കുന്നുണ്ട്. ഒരു ദിവസം കാറ്റാ കണ്ടോ കണ്ടോ? കിട്ടും. ഇല്ലില്ല, താത്തില്ലല്ലോ. നോക്കിയിരിക്കും, അത് അനക്കുന്നുണ്ട്. ചെറിയുന്നുണ്ടോ? മറ്റേ വന്ന് കയറിട്ടുണ്ട്. കുറച്ചുകൊണ്ട് വെച്ചാൽ അടിച്ചിട്ട് പറഞ്ഞു. അടിച്ചു കിടക്കാൻ തോന്നുന്നു. ഇല്ല, ഇങ്ങോട്ടെ വീഡിയോ എടുത്തോട്ടെ. ഓ ചെമ്പല്ലി. ഓക്കെ സന്ധ്യ, നമ്മൾ അടുത്ത ഒരു ചെമ്പലിനെ പിടിച്ചിരിക്കുന്നു. ചെമ്പല്ലി ആണ്ടേ, നമ്മളെ അപ്പൂമ്മനാണ് ഇന്ന് സ്റ്റാർ. ഇത് ഇന്ന് ചെമ്പല്ലിയാണ്, ചെമ്പല്ലി. ആഹാ, ചെമ്പല്ലി കുഞ്ഞേ. മൂക്കാലടക്കിയിരിക്കുന്നു. നിർത്തിക്കാൻ വേണ്ടി പിടിച്ചാൽ മതി. ഇത് കണ്ടോ? ഡെയിലി കേട്ടെ, ലെവലെ നിർത്തി. ആ മതി, പിടി. ഇന്ന് അപ്പൂബായുടെ ദിവസമാണ്. കിട്ടല്ലേ? എൻ്റെ പേരയ്ക്ക് മോണ്ടി അതിൻ്റെ മോനെ ഒന്ന് മര്യാദയ്ക്ക് പിടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ആഹാരം ഒന്നും ആഹാരം കായില്ല. കയ്യിൽ നോക്ക്, തെങ്ങി തെങ്ങി പോവാം. അങ്ങോട്ടേക്ക് എന്നെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ആണോ? ലൈറ്റ് ഉണ്ടോ? ടൈറ്റാ. അപ്പോൾ വേണ്ടേ, ചെമ്പല്ലി അല്ലേ ഇത്? നമുക്ക് ഒരു ചെമ്പല്ലിയാണ് കേട്ടോ, അപ്പോൾ അടിച്ചാണ്. ഇന്ന് വെറൈറ്റി സാധനങ്ങളാണ് മുഴുവനും. നമ്മളെ ഗോൾഡ് ഫിഷ്, തൂളി, മുഷി, ചെമ്പല്ലി ഇവിടെ നിന്ന് പൊളിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ഇട്ടേച്ച് വരാം. ഇവൻ പിടിച്ചായിരുന്നു, ഇവനൊന്ന് പിടിച്ചായിരുന്നു. ഇപ്പം ഞൊടഞ്ഞോണ്ട് പോവാ. ഞൊടഞ്ഞ് കൊണ്ടുപോയി, ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി. തീർച്ചയായും ഞാൻ പറഞ്ഞു, എൻ്റെ കാഷ്ടം തീർച്ച തൊപ്പി കുഴിയേക്കാല്ലേ, മഴയില്ലല്ലോ. ഹെൽമെറ്റൊക്കെ എവിടെയാ? പുറത്താണോ? പോളി പോളി അന്തിനാട്ടെ അന്തിയേ. ആഹാ, മുഷിയല്ല ഇത്, മറ്റേ ചെമ്പല്ലി അല്ലേ ഇത്? ഇത് സിലോപ്പി അല്ലേ ഇത്? ആ ചേട്ടൻ പിടിച്ചാണ് ഹെവി സാധനം. ഓക്കെ, എടുത്തില്ലല്ലോ വാശന. അത് കറക്റ്റ് ഹുക്ക് ഊരിപ്പോയതുണ്ടോ? പൊട്ടിക്ക് മാറിയിരുന്നെങ്കിൽ. ഇനി ശക്കല സമയം എടുക്കും.
പോയി കൊണ്ടുപോയി. ഞാനൊക്കെ എങ്കത്തുള്ളൂ, അങ്ങനെ താക്കത്തില്ല ഞാൻ. ആ ആണ്ട അപ്പോന് ചെറിയൊരു കാരി അടിച്ചിരിക്കുകയാണ്. വേണ്ട കാരിക്കുഞ്ഞ് നോക്കട്ടെ അവിടെ ഒരു സൂം. ആ ഓക്കെ. വായിക്കാത്ത ആശാനെ, എൻ്റെ വായിക്കാത്ത ആശാനെ. അതേന്നേ. ഒരു അതാ ഇതാ കാണിച്ചത് കണ്ടോ, പുറകിൽ നിന്ന് വലിച്ചേക്കുന്നുണ്ടോ? അതാ പറഞ്ഞ ഞാൻ തീറ്റ പുറകെ. അതിന് വിഴുങ്ങാനുള്ള അവസരം കൊടുക്ക്. വേറെ അങ്ങനെ ഇരിക്കുന്നത്. കടിച്ചുകൊണ്ട് നിൽക്കുക. പൊങ്ങല്ലേ വായിച്ചിട്ട് ഉണ്ടോ? ആ വരെ അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്ക്, എല്ലാം വരട്ടെ അങ്ങോട്ട്. വേണ്ടേ അപ്പുക്കൂട്ടന് അടുത്ത മീന്. ആ എന്താ മീനാടാ? ആ തിലോപ്പിയ. ഓക്കെ. നമ്മുടെ സൂരജ് ബ്രോയ്ക്ക് ഇന്നും ഒരു ഹെവി മീൻ അടിച്ചിരിക്കുകയാണ്. എന്നും ബ്രോയ്ക്കൊരു ഹെവി മീൻ അടിക്കും കേട്ടോ. അതാണ്ട് കേണ്ട തൂളി തൂളി നമ്മുടെ തൂളിയാണ് എടുത്തിട്ട്. എടാ ഇനി റിലീസ് ചെയ്തേക്കട്ടെ. വളരട്ടെ, അത് വിട്ടേക്കട്ടെ. ഇത് ചത്തു പോവോ? ഇത് ചത്തു പോകത്തില്ലേ? എന്നാ പിന്നെ എന്തിനാ ഇതിനകത്തോട്ടിട്ടു? വലിയ സാധനത്തിനെ പിടിക്കുകയാണെങ്കിൽ ഇത് കോർത്തിട്ടോ. വേണോ? ഇല്ല, അടിച്ചില്ല. വരും.
ചോറെല്ലാം കഴിച്ചതാ വായിച്ചടാ. ഞാൻ ഉണ്ടായിരുന്നു. വിശക്കുന്നുണ്ട്. ആ മറ്റേ ഇതൊക്കെ ചേർത്തല്ലേ? ഏതാ മഞ്ഞപ്പൊടി ചേർത്ത്? കൊണ്ടുപോയോ? ഇല്ല, ഒന്ന് വലിച്ചായിരുന്നല്ലോ. ഒന്നും അറിയില്ല. ഇട്ടക്കുന്നില്ലല്ലേ അങ്ങോട്ട്? ആരാ വലിച്ചു നോക്കിയേ? മുകളോട്ട് വലിച്ചു നോക്കി. വാങ്ങി നോക്കി കുക്കാകുന്നില്ല അങ്ങോട്ട്. ആ വേണ്ട, ഒരുപാട് സമയം കൂടിയാണ്. ഒരു തിലോപ്പിയ കുഞ്ഞ് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടേ ചേര എടുക്കാൻ വലിയ പാടാണ്. ആ എടുത്തോ. അങ്ങനെ രസത്തിനെ ചൂണ്ടൊക്കെ ഇട്ട് ആ മൂച്ചു ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് ചോദിച്ചു. നമ്മളിന്ന് പിടിച്ച മീനുകളെല്ലാം എടുത്തിട്ടോ. അതെന്താ? തിലോപ്പിയ 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 ഹെവി ആയിട്ടാട്ടോ, സാരായിട്ട് കാണണ്ട. അല്ല, ഗോൾഡ് ഫിഷ്. ഇതാണ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ആണോ? സ്വർണ്ണ മത്സ്യം. സിലോപ്പിയാണ്. നീളുണ്ട്. സിലോപ്പിയാണ്. മൂച്ചിന് ഞാൻ എടുക്കത്തില്ല. ടോളി കാരി കാരി കാര്യമൊക്കെ ജീവനുണ്ട്. ഇത് കാര്യമല്ല, ഇടിക്കണം. അവിടെ ഇങ്ങനെ കാര്യം ഞാൻ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. നീ എൻ്റെ കൊമ്പ് പിടിച്ചു നോക്കടാ. മുഷിയുടെ കല പോലെ. പിന്നെ സിലോപ്പിയാണ്. വെള്ളം ഉണ്ടെങ്കിൽ ബെറ്ററായിരുന്നു. തെന്നുന്നുണ്ട്. കുറച്ച് ആര ഇരിക്കണം, ആര കിട്ടണം. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ മീന് എല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നത്തിന് ബാക്കി അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി. നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം.
ചേരുവ കൂടെ പോകണം. ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, എത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി വെളിച്ചെണ്ണയും നമ്മുടെ വാളംപുളിയുടെ ചാറ് എടുത്ത് കുഴച്ച് മിക്സാക്കിയ പേസ്റ്റാണ് ഇതിപ്പം പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പുരട്ടി ഒരു 1/2 hour വെക്കുകയാണെങ്കിൽ ഉപ്പും ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ദശയിലേക്ക് പിടിച്ചോളും. അപ്പം അതുവരെ ഇത് ഫുള്ളും തേച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഇറപ്പെല്ലാം പിടിച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വറുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് വറുക്കാൻ വേണ്ടി പോകാം. ഇത് ഒരിഞ്ഞെടുക്കാൻ സമയമില്ല, കാരണം ഇത്തിരി ഹെവി സാധനമാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു മീഡിയം ടൈപ്പൊക്കെ ആയിരുന്നു ഉള്ളത് വെച്ചിട്ട് തന്നെ കിട്ടിയ നല്ല ഹെവി സാധനമാണ്. കുറച്ചൊന്ന് സെറ്റായിട്ട് വേണ്ടി പല സമയം എടുക്കും. ആവട്ടെ ശരിയായാലും ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം തേച്ച് വെച്ചിരുന്നു, അത് നല്ലപോലെ എല്ലാം മാംസത്തിൽ പിടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അന്നേരം പറയാം എല്ലാം കൂടെ പിടിക്കാവട്ടെ. ചെറുമീനെടുത്തേ, ചെറുമീൻ നോക്കി, ചെറുമീനൊന്നും നോക്കില്ല. ഒരു സൈഡായിട്ടുണ്ട്, ആ സൈഡായിട്ടുണ്ട്. വരെയാണ്
നമ്മള് ചൂണ്ടായിട്ട് പിടിച്ച മുഷിയുണ്ട്, സിലോപ്പിയ ഉണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് ചെയ്യേണ്ടത് ചൂടോടെ കിടക്കും. ഇത് ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ഇനി ടേസ്റ്റ് പറയാം. അപ്പൊ ഓക്കെ. സൂപ്പർ 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 കിട്ടക്കി, അടിപൊളി. വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തേ. ഓക്കെ, വാ വാ. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് നോക്കണം. വേണം അപ്പു കൈ മീന് ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഡിസ്ലൈക്ക് കൂളി ചെയ്തോ കൂളി ഇവിടെ എങ്ങനെയുണ്ടോ